നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവല്ലുവാമലയിലെ തെരുവ് കാള ശല്യത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കാളകളെ പിടിച്ചുകെട്ടി സുരക്ഷിതമായി ഗോശാലയിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി. വേലൂർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽപ്പെട്ടത് അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുമായി വന്നിരുന്ന ബസ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കയ്പമംഗലം കാളമുറിയിൽ വൻ ലഹരിവേട്ട. അന്താരാഷ്ട്ര വിപണിയിൽ 2.5 കോടിയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ട കാളമുറി സ്വദേശി അർജുൻ തമ്പിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തിരുവല്ലുവാമലയിലെ തെരുവ് കാളശല്യത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കാളകളെ പിടിച്ചുകെട്ടി സുരക്ഷിതമായി ഗോശാലയിലേക്ക് മാറ്റുന്നതിനായി നടപടികൾ തുടങ്ങി. കോയമ്പത്തൂരിലെ വെള്ളിങ്കിരി ഗോശാലയിലേക്കാണ് കാളകളെ മാറ്റുന്നത്. നിലവിൽ 14 തെരുവ് കാളകളെ പിടിച്ചുകെട്ടിയിട്ടുണ്ട്. അവശേഷിക്കുന്ന കാളകൾക്കും പശുക്കൾക്കും ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ നോട്ടീസ് നൽകി സ്വയം പിടിച്ചുകെട്ടാത്ത പക്ഷം പഞ്ചായത്ത് തന്നെ മുന്നിട്ടിറങ്ങി പിടിച്ചുകെട്ടി ഗോശാലയിലേക്ക് മാറ്റുന്നതിനും 2ാം ഘട്ടത്തിൽ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാളകളെ പിടിച്ചുകെട്ടിയത്. തെരുവുകാള ശല്യം സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വേലൂർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. റോഡരികിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റ് ഇല്ലാത്തതടക്കമുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടി വീഴാറായ അവസ്ഥയിലാണ്. അങ്കണവാടി കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ശുചിമുറി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലവും പുല്ലും ചെടികളും വളർന്ന് കാട് പിടിച്ചിരിക്കുന്നു. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും BJP നേതാക്കൾ പറഞ്ഞു. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദു കൃഷ്ണൻ വേലൂർ, VP ഷാജി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഉപരോധ സമരം നടത്തിയ പ്രവർത്തകരെ പിന്നീട് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. TCV ന്യൂസ്, എരുമപ്പെട്ടി. അങ്കണവാടികളുടെ നവീകരണത്തിനു വേണ്ടി ഈ ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും BJPയുടെ സമരം പ്രഹസനമാണെന്നും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്ത് ഭരിച്ചത് LDF ആണ്. നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അങ്കണവാടിയുടെ ഗേറ്റ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഭരണസമിതി നടത്തിയില്ല. വില്ലേജ് ഓഫീസ് അങ്കണവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മാറ്റിയതും LDF ഭരണസമിതിയാണ്. LDFനെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം 5 മാസം മുൻപേ അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയിൽ പഴിചാരാനാണ് BJP ശ്രമിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് കാരണം CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സ്വപ്ന രാമചന്ദ്രൻ ആരോപിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്ത് BJP ഇന്ന് നടത്തിയ സമരം CPM-നെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആയിരുന്നു. ഒരു ഭരണസമിതി കയറി അടുത്ത പദ്ധതി നിർവഹിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഭരണസമിതി. അത് ഇവിടുത്തെ BJPയുടെ അംഗമായിട്ടുള്ള ആൾക്ക് വരെ അറിയാവുന്നതാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അംഗൻവാടി നവീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും DPC അംഗീകാരം കിട്ടുന്നത് അടുത്ത ജൂലൈ 15-ാം തീയതിക്ക് ശേഷം DPC അംഗീകാരം കിട്ടുള്ളൂ. എല്ലാ പദ്ധതികളും തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചതിന് ശേഷം മാത്രമാണ് ഒരു പുതിയ പദ്ധതി തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നടുവിലങ്ങാടി അംഗൻവാടിക്ക് ഗേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഇന്ന് നടത്തിയ സമരം CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നടന്ന സമരമാണ്.
എറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞുകയറി. അയ്യന്തോൾ അമൃത വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികളുമായി വന്നിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 4 കുട്ടികളും ആയയും ഡ്രൈവറും മാത്രമാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 6-ാം കല്ലിൽ വെച്ച് സ്റ്റിയറിംഗ് റാഡ് മുറിഞ്ഞതോടെയാണ് ബസ് നിയന്ത്രണം വിട്ട് റോഡിന് എതിർവശത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞുകയറിയത്. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലത്ത് 2.5 കിലോയോളം ഹാഷിഷ് ഓയിലുമായി കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിലായി. കാളമുറി പടിഞ്ഞാറ് പഴുപ്പറമ്പിൽ വീട്ടിൽ അർജുൻ തമ്പിയാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയുടെ കാളമുറിയിലുള്ള വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരിമരുന്ന് ശേഖരം കണ്ടെടുത്തത്. വീട്ടുപറമ്പിൽ നിർത്തിയിട്ടിരുന്ന പ്രതിയുടെ കാറിനുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുവാണ് ഇത്. കയ്പമംഗലം, അന്തിക്കാട്, മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അർജുൻ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘവും കയ്പമംഗലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. എളനാട് ഓട്ടോറിക്ഷയിൽ മദ്യം വിൽപ്പന നടത്തിയ ആൾ അറസ്റ്റിൽ. പാലക്കാട് കണ്ണമ്പ്ര കല്ലിങ്ങപ്പാടം സ്വദേശി ഷാജിയെ തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റാണ് പിടികൂടിയത്. 41 കുപ്പി മദ്യവും പണവും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. സ്ഥിരമായി മദ്യം വാഹനത്തിൽ കൊണ്ടുനടന്ന് ആവശ്യക്കാർക്ക് ഇരുന്ന് കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രതി ചെയ്തു കൊടുത്തിരുന്നു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള എക്സൈസിന്റെ രാത്രികാല പട്രോളിംഗിനിടെയാണ് പ്രതി പിടിയിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ രഞ്ജിത്ത്, K ലത്തീഫ്, കിഷോർ കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ജെറിൻ എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി. തളിക്കുളം കൊപ്രക്കളം സ്വദേശി മതിലകത്ത് വീട്ടിൽ അമീർ ആണ് ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 144 ഗ്രാം കഞ്ചാവും ചില്ലറ വിൽപ്പനയ്ക്കായി കരുതിയ 11 സിപ്പ് ലോക്ക് കവറുകളും പോലീസ് പിടിച്ചെടുത്തു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇറക്കിയ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ക്ഷേത്ര നഗരിയിലെ അനധികൃത വഴിയോര കച്ചവടം അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനായി ഒഴിപ്പിച്ച വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. റഹ്മാൻ തിരുനെല്ലൂർ, മനോജ് V മേനോൻ, GK പ്രകാശൻ, K രാധാകൃഷ്ണൻ, ടെസി ഷൈജോ, M ആനന്ദ്, നീതു ബിനീഷ്, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റാണിയുടെ മകനാണ്. ബെന്നി ചുമത്തിന്റെ മകളാണ്. ചോയ്സ് ഗിഫ്റ്റ്സ് ഗാലറിയുടെ ഉടമസ്ഥൻ ബെന്നി ചുമത്തിന്റെ മകൾ അനന്യജിത്ത്, GMX സവിതയുടെ മകളാണ്. ഗണേഷ് സ്റ്റോഴ്സിലെ അനന്യജിത്ത്. പകുതി വിലയ്ക്ക് സ്വർണം നൽകാം എന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന KGF സ്വാമിക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കാലടി സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 2022 നവംബർ 30-ന് കൊടുങ്ങല്ലൂരിൽ വെച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. സ്വർണം പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരനിൽ നിന്ന് പ്രതി 15 ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റുകയായിരുന്നു.
എന്നാൽ പണമോ സ്വർണമോ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണ്ണക്കട്ടികൾ എത്തിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ കേസിൽ കഴിഞ്ഞ മാസം 12-നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈ കേസിൽ പ്രതി റിമാൻഡിലാണ്. പെരിഞ്ഞനം മുതൽ എറിയാട് വരെ 5 പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന 16 കിലോമീറ്റർ നീളമുള്ള പെരുന്തോടിന്റെ ശുചീകരണം ആരംഭിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്താണ് പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയിലെ അംഗങ്ങൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ശുചീകരണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ പ്രധാന ജലഗതാഗത മാർഗമായിരുന്ന പെരുന്തോടിൽ വ്യാപകമായി കയ്യേറ്റം നടന്നിട്ടുണ്ട്. മാലിന്യങ്ങൾ നിറഞ്ഞ നീരൊഴുക്കും തടസ്സപ്പെട്ടു. ശുചീകരണത്തിലൂടെ ഈ മേഖലയിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതെ, നമ്മുടെ ഈ തീരദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ പെരുന്തോട് വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കളക്ടർ ഒരു യോഗത്തിലായിരുന്നു അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ എസംപുരം പഞ്ചായത്ത് കുറച്ച് നേരത്തെ തുടങ്ങി. ഇപ്പോൾ ഒരു 8ാമത്തെ ദിവസം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിലകത്തിൻ്റെ അതിർത്തി തുടങ്ങിയിട്ട് 2.25 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി കൂടെ പെരുന്തോട് ഒഴുകുന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പോൾ തീരാറായി. ഞങ്ങളൊക്കെ തന്നെയാണ് തൊഴിലാളികൾ ഇതിൻ്റെ. പിന്നെ JCBയും മാൻ പവറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. 5-10 ആളുകളും പിന്നെ JCB ഒക്കെ ഉപയോഗിച്ചാണ് പണി നടക്കുന്നത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വീടിന്റെ ശുചിമുറിയിലെ ക്ലോസറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കോട്ടപ്പടി രായമരക്കാർ വീട്ടിൽ അബൂട്ടിയുടെ വീട്ടിൽ നിന്നാണ് 4.5 അടിയോളം നീളമുള്ള മൂർഖനെ പിടികൂടിയത്. ശുചിമുറിയിൽ എത്തിയ കുട്ടിയാണ് ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ശുചിമുറിയുടെ പുറത്തുള്ള പൈപ്പ് വഴി വെന്റിലേറ്ററിലൂടെയാണ് പാമ്പ് അകത്തെത്തിയതെന്ന് പ്രബീഷ് പറഞ്ഞു. പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി. കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാർമേഴ്സ് അസോസിയേഷൻ 5ാം വാർഷിക സമ്മേളനം ഞായറാഴ്ച കൂടപ്പുഴ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ നടക്കും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സമ്മേളനത്തിൽ ചർച്ച നടക്കും. ഉൽപാദനം, വിപണനം, മൂല്യവർദ്ധനം, ഗുണനിലവാരം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ പഠന ക്ലാസുകൾ നയിക്കും. രക്ഷാധികാരി ബാബു ജോസഫ്, പ്രസിഡന്റ് സി വി ഷാജു ചൂരയ്ക്കൽ, സെക്രട്ടറി മനേഷ് കോട്ടോളി, PRO ലിൻഡോ വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസിന്റെയും വാടാനപ്പള്ളി എക്സൈസിന്റെയും സഹകരണത്തോടെ തൃപ്രയാർ പോളിടെക്നിക്കിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. വലപ്പാട് SHO K. അനിൽകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുബീല പ്രസാദ്, PM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ അലിയമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. പാവറട്ടി SI സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കായികാധ്യാപകൻ ജിമ്മി ബേബി, പ്രിൻസിപ്പാൾ സജിന ഹുസൈൻ, പ്രധാനാധ്യാപിക VC ബോസ്, മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. ലഹരിമുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ACP V. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ CI വിനോദ് വലിയാറ്റൂർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ അധ്യാപകൻ ബബീഷ്, CPO D. അരുൺ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ആദ്യ 3 സ്ഥാനം നേടിയവർക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ചാവക്കാട് നടക്കുന്ന സമ്മേളനത്തിൽ NK അക്ബർ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കുന്നംകുളത്തെ പ്രസിദ്ധനായ ആനപ്രേമി താവുപ്പൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സ്വകാര്യ ബസ്സുകളിൽ ക്ലീനറായിരുന്ന താവുപ്പൻ നാട്ടുകാർക്കിടയിൽ സുപരിചിതനായിരുന്നു. സ്വന്തമായി വീടില്ലാത്ത ഇദ്ദേഹം അയ്യൂരിൽ സഹോദരിപുത്രൻ രാജുവിൻ്റെ വീട്ടിലായിരുന്നു താമസം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പിന്നീട് കോട്ടപ്പടിയിലുള്ള അഭയഭവനിലേക്ക് മാറ്റുകയായിരുന്നു. സംസ്കാരം പഴഞ്ഞി ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു.
കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. അധികൃതർ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷവും പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, ഷഹീദ്, ജിഷ അനിൽ, ലിസി ജോയ്, സുജിഷ, അനൂപ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 11,111 രൂപയും ആർട്ടിസ്റ്റ് JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94ാം ജന്മവാർഷിക സ്മൃതി ദിനമായ ജൂലൈ 15-ന് ഗുരുവായൂരിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. തിരുവല്ലുവാമല കയറമ്പാറയിൽ റോഡുകൾ തകർന്ന് യാത്രാ ദുരിതം. പ്രദേശത്ത് അപകടങ്ങൾ സ്ഥിരമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 10 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതാണ്. എന്നാൽ കരാറുകാരന്റെ അലംഭാവം മൂലമാണ് നവീകരണം വൈകുന്നത് എന്ന് പൊതുപ്രവർത്തകനായ K വിജയൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ KR മോഹനൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP രഞ്ജിത് കുമാർ, P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, നഗരസഭാ കൗൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. വായന വാരാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയും ഏകലവ്യ സ്മാരക ലൈബ്രറിയും സംയുക്തമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, റീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ഗീവർഗീസ്, PS ഷാനു, ലൈബ്രറിയൻ സിൽവിയ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലോകകപ്പ് മാതൃകയിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ ഭൂപടത്തിലെ കരുത്തരായ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ എന്നീ ടീമുകളെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ പന്തു തട്ടിയത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജർമ്മൻ പട വിജയം കൈവരിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് VK സന്തോഷ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് MS മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. ചേലക്കോട്ടുകര മാർ തിമോഥയോസ് ഹൈസ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. നെടുപുഴ SI NP സന്തോഷ്, ASI സുനിൽകുമാർ എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനാധ്യാപകൻ ഡെന്നി മാത്യു, സ്റ്റാഫ് പ്രതിനിധി പ്രിൻസി പോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുരിയച്ചിറ സെന്ററിൽ ലഹരിക്കെതിരെയുള്ള കുട്ടികളുടെ തെരുവ് നാടകവും നൃത്തശില്പവും അരങ്ങേറി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. പ്രിൻസിപ്പാൾ K ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പെഷ്യൽ അസംബ്ലിയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും നടന്നു. ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റ്സിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി, ഫ്ലാഷ് മോബ്,
കുട്ടിച്ചങ്ങല എന്നിവയും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡിജിറ്റൽ പെയിന്റിംഗ്, പോസ്റ്റർ രചന, ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടത്തി. ഫുട്ബോൾ ആകട്ടെ ലഹരി എന്ന സന്ദേശമുയർത്തി കുട്ടികൾ വേൾഡ് കപ്പ് വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് ഷൂട്ടൌട്ട് മത്സരവും നടത്തി. PTA പ്രസിഡന്റ് പ്രസൂൺ ബാനർജി, സീനിയർ അസിസ്റ്റന്റ് MG ഗീതാകുമാരി, JRC കോർഡിനേറ്റർ P സരി, ബീന K മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള അമ്പഴക്കാട് സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർ തോമാസ് ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളിന് ഞായറാഴ്ച കൊടിയേറും. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡോ ആലപ്പാടൻ കൊടിയേറ്റം നിർവഹിക്കും. ജൂലൈ 3 രാവിലെ തിരുനാൾ ദിവ്യബലിയും നേർച്ചയൂട്ടും നടക്കും. ദിവ്യബലിക്ക് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം നടക്കുമെന്നും വികാരി ഫാദർ ജോസ് അരിക്കാട്ട്, VG കണിച്ചായി, ജോണി കോക്കാട്ടിൽ, EA ജോയ് എന്നിവർ അറിയിച്ചു. തെരുവ് നായ്ക്കളെ പ്രതിരോധിക്കാൻ കർമ്മപദ്ധതിയുമായി തൃക്കൂർ പഞ്ചായത്ത്. ഒരുമിക്കാം നമുക്ക് തെരുവ് നായ ശല്യം ഒഴിവാക്കാൻ എന്ന സന്ദേശവുമായി പഞ്ചായത്ത് പരിധിയിൽ വ്യാപകമായ പ്രചാരണം നടത്തും. തെരുവ് നായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. തെരുവ് നായ്ക്കളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമാക്കും. ഇറച്ചിക്കടകൾ, മീൻ വിൽപ്പനക്കാർ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണം നിർബന്ധമാക്കി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടന്നു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, ജനപ്രതിനിധികൾ, വെറ്ററിനറി വകുപ്പ്, സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭാ പരിധിയിൽ എലിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും എലിപ്പനി വ്യാപനം തടയുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,955 രൂപ, പവന് 1,03,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവല്ലുവമലയിലെ തെരുവ് കാളശല്യത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കാളകളെ പിടിച്ചുകെട്ടി സുരക്ഷിതമായി ഗോശാലയിലേക്ക് മാറ്റാൻ നടപടികൾ തുടങ്ങി. വേലൂർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽപ്പെട്ടത് അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ കുട്ടികളുമായി വന്നിരുന്ന ബസ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കയ്പമംഗലം കാളമുറിയിൽ വൻ ലഹരിവേട്ട. അന്താരാഷ്ട്ര വിപണിയിൽ 2.5 കോടിയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ട കാളമുറി സ്വദേശി അർജുൻ തമ്പിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.